മരിയേ അമല മനോജ്ഞേ, പാപികൾക്കാശ്രയം നീയേ. മരിയേ അമല മനോജ്ഞേ, പാപികൾക്കാശ്രയമേ. കൃപയുടെ നിറവേ തായേ, എന്നും വരണേ തനയർക്കു തുണയാ. കൃപയുടെ നിറവേ തായേ, എന്നും വരണേ തനയർക്കു തുണയാ. ആവേ മരിയ, 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 ആവേ മരിയ. കൃപ നിറഞ്ഞ പരിശുദ്ധ മറിയത്തോട് ഓരോ കുഞ്ഞും അർത്ഥിക്കേണ്ട യാചന. അമ്മ ഓടിവരും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എവിടെയും ഓടിയണയുന്ന മാതൃസ്നേഹം, ഏതു കുറവുകളും നിറവുകളാക്കി മാറ്റുവാൻ പുത്രനോട് അപേക്ഷ നടത്തുന്നവൾ. നമ്മുടെ ജീവിതങ്ങളിലെ എല്ലാ ശൂന്യതകളിലും കുറവുകളിലും അമ്മ കടന്നു വരും. തൻ്റെ തിരുക്കുമാരനോട് അമ്മ സ്നേഹത്തോടെ പറയും, കുഞ്ഞേ, മകനെ, മക്കൾക്ക് കുറവുകളുണ്ട്, അത് നിറവാക്കി മാറ്റുവാൻ നിനക്കേ കഴിയൂ. പുത്രൻ കേൾക്കാതിരിക്കില്ല. സ്നേഹമുള്ളവരെ, കാർമൽ ഗീതങ്ങൾ ഒരുങ്ങുന്നു. നമ്മുടെ ജീവിതങ്ങളെ ആ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം. അമ്മ തിരിച്ചറിയുന്നു കുറവുകൾ, ശൂന്യതകൾ, സങ്കടങ്ങൾ ഒക്കെ. നമുക്ക് അമ്മയോട് ചേർന്ന് ഈശോയെ മഹത്വപ്പെടുത്താം. നല്ല ദൈവത്തിന് സ്നേഹം കൊടുക്കാം. നല്ല ദൈവത്തെ ആരാധിക്കാം. അമ്മ കൂടെ ഉള്ളപ്പോൾ നമുക്കതെന്നും ബലമാണ്, അതെന്നും തണലാണ്, കൃപയുടെ നിറവാണ്. സ്നേഹരാഗം മീട്ടിടും മണിവീണയാണു നീ, സ്നേഹകീർത്തനധാര ചൊരിയും നാദമാണു നീ. സ്നേഹമാം പ്രശോഭവിതറും താരമാണു നീ. സ്നേഹശീതളമാരി പൊഴിയും മേഘമാണു നീ. നന്മ നിറഞ്ഞവളെ മേ
തിരുസന്നിധേ. എഴുതിയാലും തീരാത്ത കവിതയാണു നീ, പാടിയാലും തീരാത്ത ഗാനമാണു നീ, മാഞ്ഞിടാത്ത മാരിവില്ലിൻ ശോഭയാണു നീ, മാനവർ സ്വർഗലോകവാതിലാണു നീ. എഴുതിയാലും തീരാത്ത കവിതയാണു നീ, പാടിയാലും തീരാത്ത ഗാനമാണു നീ, മാഞ്ഞിടാത്ത മാരിവില്ലിൻ ശോഭയാണു നീ, മാനവർക്കു സ്വർഗലോകവാതിലാണു നീ. നന്മ നിറഞ്ഞവളേ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ. നന്മ നിറഞ്ഞവളേ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ. ഈ പ്രപഞ്ചമനോജ്ഞ തേജസ്സിനാഴമാണു നീ, നിത്യജീവനിലാശ നൽകും സ്നേഹദീപം നീ, സ്ത്രീത്വമെന്ന വിശുദ്ധി തന്നുടെ അർത്ഥമാണു നീ, ത്രിത്വമേക സ്വരൂപനായി മഹത്വമേകി നീ. ഈ പ്രപഞ്ചമനോജ്ഞ തേജസ്സിനാഴമാണു നീ, നിത്യജീവനിലാശ നൽകും സ്നേഹദീപം നീ, സ്ത്രീത്വമെന്ന വിശുദ്ധി തന്നുടെ അർത്ഥമാണു നീ, ത്രിത്വമേക സ്വരൂപനായി മഹത്വമേകി നീ. സ്നേഹരാഗം മീട്ടിടും മണിവീണയാണു നീ, സ്നേഹകീർത്തനധാര ചൊരിയും നാദമാണു നീ, സ്നേഹമാം പ്രശോഭവിതറും താരമാണു നീ,
സ്നേഹശീതളമാരി പൊഴിയും മേഘമാണു നീ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ. ഷിജു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ഗീതം ഷിജു ആലപിച്ചു. ഒരുപാട് വിശേഷണങ്ങളാണ് അതിൽ അമ്മയ്ക്ക് നൽകി വാഴ്ത്തി വണങ്ങുക. സ്നേഹരാഗം മീട്ടിടുന്ന മണിവീണ, സ്നേഹ ശീതള ധാര ചൊരിയുന്ന മേഘം, സ്നേഹമാം പ്രശോഭ തൂകുന്ന താരം, എത്രയോ വിശേഷണങ്ങൾ. നമുക്കറിയാം, സഭാപിതാക്കന്മാരൊക്കെ ലുത്തിനിയ എടുത്തു നോക്കുമ്പോൾ, ലുത്തിനിയയിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും ഒരുപാട് വിശേഷണങ്ങൾ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആനന്ദ വിഷയമാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മ പരിശുദ്ധ ത്രിത്വത്തിന് മഹത്വം നൽകിയപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആനന്ദ വിഷയമായി മാറി പരിശുദ്ധ മറിയം. എത്രമാത്രം തന്നെ താഴ്ത്തിയോ അത്രമാത്രം ഉയർത്തിയ ഈ അമ്മയെ ഇത്രമാത്രം സ്നേഹിച്ച് പാടുവാൻ എന്താണ് മരിയ അനുഭവം ഷിജുവിനുള്ളത്? അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ 2005 കാലഘട്ടത്തിൽ നിരവധിയായ ജീവിത സഹനങ്ങളിലൂടെ എനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അതിലൂടെ എനിക്ക് ശാരീരികമായ ഒത്തിരിയേറെ വൈകല്യങ്ങൾ സംഭവിച്ചു. മരണത്തോട് മുഖാഭിമുഖം നിൽക്കേണ്ടതായ ഒരു സാഹചര്യം വന്നു. ഏകദേശം 30 ദിവസത്തിലധികം വെന്റിലേറ്ററിൽ എനിക്ക് കഴിയേണ്ടതായിട്ടും വന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഈ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോഴും എനിക്കൊത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ സഹനങ്ങളിൽ ഒരാശ്വാസമായിട്ട് എപ്പോഴോ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ മേരി അമ്മച്ചി കടന്നു വന്നു. മേരി അമ്മച്ചി? അതെ, എനിക്ക് അമ്മച്ചിയാണ്. ഏകദേശം 2009 കാലഘട്ടത്തിൽ ഒരു ധ്യാനം കൂടി. അതിനുശേഷം എല്ലാ ദിവസവും ഞാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നെ പ്രതിഷ്ഠിക്കും. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾക്ക് ഒരറുതിയുമില്ല. ഒത്തിരിയേറെ സഹനങ്ങളുണ്ട്. എന്നാൽ ഈ സഹനങ്ങളിൽ ആശ്വാസമായി, സഹനങ്ങളിൽ ശക്തിയായി അമ്മ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യം, അനുഭവം എന്നതിനേക്കാൾ ഉപരി ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിലുണ്ട്. ആ അമ്മച്ചിയാണ് എന്നെ ഈ ഫ്ലോറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയമുള്ള സ്നേഹഹൃദയങ്ങളെ, ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ആഴങ്ങളിൽ ഒരുപാട് സഹനങ്ങളുണ്ട്, മുള്ളുകളുണ്ട്, മുൾച്ചെടികളുണ്ട്. അവിടെയൊക്കെ ഇതാ ഒരു സാക്ഷ്യം നാം കേൾക്കുകയാണ്. ജീവിത സഹനങ്ങളിൽ ഒരു അപകടത്തിലൂടെ കടന്നു വന്ന് 30ഓളം ദിനങ്ങളിൽ, 1 മാസക്കാലത്തോളം വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ മരണത്തെ മുഖാഭിമുഖം കണ്ട അവസ്ഥയിലൊക്കെ ദൈവം കൂടെ നിന്നു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് അരുളി ചെയ്ത യേശു തമ്പുരാൻ ഇതാ പുത്തൻ ജീവിതത്തിലേക്ക് നയിച്ചപ്പോൾ പിന്നീടുള്ള വഴിത്താരകളിൽ ഒരു സാന്ത്വനമായി ഇളം തന്നലായി പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. മേരി അമ്മച്ചി എന്നുള്ള ആ ഹൃദയബന്ധത്തിലാണ് ആ മകൻ അമ്മയെ വിശേഷിപ്പിക്കുക. ഷിജു, തീർച്ചയായും നമുക്കൊക്കെ ഒരുപാട് പ്രതികൂലതകളുണ്ട്. അവിടെ എല്ലാ കുറവുകളും നിറവ് പകരുവാൻ ഞാൻ വിശ്വസിക്കുക. ഇപ്പോൾ നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ഇവിടെ ഫ്ലൂട്ട് നമുക്കായി പിൻബലമായി തരുന്നു.
ജോബിൻ ഇതാ കീബോർഡ് പ്ലേ ചെയ്യുന്നു. സ്വരങ്ങളുടെയും പിന്നണിയുടെയും ഒക്കെ ബലം നൽകുവാൻ, നമ്മുടെ ഗാനങ്ങൾക്ക് ഒരു പുതുമ, ഒരു ഭംഗി, ഒരു ആസ്വാദന തലങ്ങളിലേക്കുള്ള ഒരു വഴി ഒരുക്കുവാൻ അവർ സഹായിക്കുന്നത് പോലെ നമ്മുടെ കുറവുകളിൽ സ്നേഹത്തലോടലായി, സാന്ത്വനമായി, പുതിയ അനുഭവങ്ങളായി പരിശുദ്ധ അമ്മ എന്നും നിലകൊള്ളും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഒരിക്കൽ കൂടി ഇതാ ഷിജി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പാടാം, അമ്മയെ പാടി പ്രകീർത്തിക്കാം. അടുത്ത ഗാനത്തിലേക്ക് സ്നേഹത്തോടെ പ്രവേശിക്കാം. മുള്ളുകൾ തിങ്ങും മഹിയിൽ പൊട്ടിവിരിഞ്ഞൊരു മലരെ, സ്നേഹപ്പൊന്നൊളി തൂകും കന്യാമാതാവേ. മുള്ളുകൾ തിങ്ങും മഹിയിൽ പൊട്ടിവിരിഞ്ഞൊരു മലരെ, സ്നേഹപ്പൊന്നൊളി തൂകും കന്യാമാതാവേ. നിന്നെ തേടും സുതരെ കൈവടിയല്ലേ തായേ, നിന്നെ തേടും സുതരെ കൈവടിയല്ലേ തായേ. നിൻ മകനീശോയ്ക്കരികെ ചേർത്തു നിർത്തണമേ, നിൻ മകനീശോയ്ക്കരികെ ചേർത്തു നിർത്തണമേ. ആവേ മരിയ, 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 ആവേ മരിയ. രോഗം, ദുഃഖം, ദാരിദ്ര്യം, ആകുല പീഡകളാ വിങ്ങി വിതുമ്പും ഞങ്ങൾക്കായി പ്രാർത്ഥനയേകണമേ. രോഗം, ദുഃഖം, ദാരിദ്ര്യം, ആകുല പീഡകളാ വിങ്ങി വിതുമ്പും ഞങ്ങൾക്കായി പ്രാർത്ഥനയേകണമേ. കാനായിൽ കാട്ടിയ പോലത്ഭുതമിന്നിവിടെ കാട്ടിടുവാൻ ഈശോയോടമ്മ പറഞ്ഞിടണേ. കാനായിൽ കാട്ടിയ പോലത്ഭുതമിന്നിവിടെ കാട്ടിടുവാൻ ഈശോയോടമ്മ പറഞ്ഞിടണേ. ആവേ മരിയ, 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 ആവേ മരിയ. സ്നേഹം, ജ്ഞാനം, ആനന്ദം, ആത്മീയ സന്തോഷം തിങ്ങി വിളങ്ങാൻ ഞങ്ങൾക്കായി പ്രാർത്ഥനയേകണമേ. സ്നേഹം, ജ്ഞാനം, ആനന്ദം, ആത്മീയ സന്തോഷം തിങ്ങി വിളങ്ങാൻ ഞങ്ങൾക്കായി പ്രാർത്ഥനയേകണമേ. റൂഹാതൻ ശക്തിയതാൽ മുദ്രിതരാക്കിടുവാൻ രക്ഷകനാം
ഈശോയോടമ്മ പറഞ്ഞിടണേ. റൂഹാതൻ ശക്തിയതാൽ മുദ്രിതരാക്കിടുവാൻ രക്ഷകനാം ഈശോയോടമ്മ പറഞ്ഞിടണേ. മുള്ളുകൾ തിങ്ങും മഹിയിൽ പൊട്ടിവിരിഞ്ഞൊരു മലരെ, സ്നേഹപ്പൊന്നൊളി തൂകും കന്യാമാതാവേ, നിന്നെ തേടും സുതരെ കൈവെടിയല്ലേ തായേ, നിന്നെ തേടും സുതരെ കൈവെടിയല്ലേ തായേ, നിൻ മകനീശോയ്ക്കരികെ ചേർത്തു നിർത്തണമേ, നിൻ മകനീശോയ്ക്കരികെ ചേർത്തു നിർത്തണമേ. ആവേ മരിയ, 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 ആവേ മരിയ. ഷിജു, മുള്ളുകൾ തെങ്ങും വനിയിൽ പൊട്ടിവിടർന്നൊരു മലരെ അമ്മയെ അങ്ങനെ വിശേഷിപ്പിച്ച് പാടുമ്പോൾ ചുറ്റും മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടം, അവിടെ ഒരു പനിനീർപ്പൂ പോലെ അമ്മ. ചുറ്റുപാടും മുള്ളുകളായുള്ള സഹനങ്ങളുടെ ഒരനുഭവത്തിൽ നിന്നുകൂടിയാണ് ഷിജിത് പാടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എന്താണ് ജീവിതത്തിൻ്റെ ഉള്ളറകളിലെ സഹന വഴികൾ? 2005 മുതൽ ഇങ്ങോട്ട് നിരവധിയായ സഹനങ്ങൾ, അത് ആക്സിഡൻ്റായിട്ടും പലവിധ രോഗങ്ങളുമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപകടത്തിലൂടെ എൻ്റെ വലത് കൈയുടെ സ്വാധീനം പൂർണ്ണമായും എനിക്ക് നഷ്ടപ്പെട്ടു. മറ്റൊരു അപകടത്തിലൂടെ എൻ്റെ ഇടത് കൈയുടെ 2 വിരലുകൾ നഷ്ടപ്പെട്ടു. വീണ്ടും മറ്റൊരു അപകടത്തിലൂടെ എൻ്റെ ഒരു വിരൽ ഷോക്കടിച്ചു. അങ്ങനെ ശാരീരികമായ ഒത്തിരിയേറെ പ്രത്യക്ഷത്തിൽ കാണാവുന്ന സഹനങ്ങൾ ഇതൊക്കെയാണ്. അതിനുശേഷം ഒരു 4 വർഷമായിട്ട് എനിക്ക് ഒരു ഭക്ഷണത്തിൻ്റെയും രുചിയോ മണമോ ഇപ്പോൾ എനിക്കറിയത്തില്ല. ആത്മാവിൽ പറയട്ടെ, ഇങ്ങനെ പാടാൻ പോലും സാധിക്കുന്നത് അമ്മച്ചിയുടെ വലിയ കൃപയാണ്. കാരണം കഫക്കെട്ടിൻ്റെ നല്ല ഒരു അസുഖമുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ മാതാവിനോട് ആദ്യമൊക്കെ പ്രാർത്ഥിക്കായിരുന്നു, അമ്മച്ചി എൻ്റെ ഈ സഹനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയേക്കണേ. എന്നാൽ ജീവിതത്തിൻ്റെ നാൾ വഴിയിൽ ഇപ്പോൾ സഹനങ്ങൾ മാറ്റാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നതാണ് സത്യം. കാരണം അമ്മച്ചി എന്നെ പഠിപ്പിച്ചു, അതായത് എൻ്റെയും നമ്മുടെയൊക്കെയും രക്ഷാകരമായ സഹനങ്ങൾ, കാരണം സഹനങ്ങളിലൂടെ അല്ലാതെ നമുക്ക് വിശുദ്ധീകരണമില്ല. അപ്പോൾ എൻ്റെയും നമ്മുടെയുമൊക്കെ രക്ഷാകരമായ വിശുദ്ധീകരണത്തിന് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾക്ക് മുമ്പിൽ അമ്മച്ചി നിശബ്ദത പാലിക്കും. ധ്യാനിച്ചപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു, മോനെ, ഞാൻ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ വളരെ നിശബ്ദ മൗനത്തിലായിരുന്നു ഞാൻ. അതുപോലെ നിൻ്റെയും ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ, ഈശോ നിനക്ക് അനുവദിക്കുന്ന സഹനങ്ങളിൽ ഞാനും നിശബ്ദത പാലിക്കും. ആ ഒരു ആത്മാ അവബോധത്തിൽ നിന്ന് സഹനങ്ങളിൽ വലിയ സന്തോഷം ആന്തരികതയിൽ അനുഭവിക്കുവാനുള്ള കൃപ അമ്മ എനിക്കിപ്പോൾ തരുന്നുണ്ട് എന്നതാണ് സത്യം. സ്നേഹഹൃദയങ്ങളെ, സഹനത്തിന് അർത്ഥമുണ്ടെന്നുള്ള വലിയ പാഠം, നീ സഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സഹിക്കുന്നത് അത് വൃഥാവിലല്ല. ദൈവം അനുവദിക്കുന്ന സഹനത്തിന് വലിയ സ്വർഗീയ മൂല്യമുണ്ടെന്നും, പരാതിയില്ലാതെ പരിഭവമില്ലാതെ പിറുപിറുക്കാതെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന മനോഭാവത്തോടെ ജീവിതം അർപ്പിക്കുമ്പോൾ അത് കൃപയുടെ നിറവും സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ വഴിയുമായി മാറുന്ന അനുഭവം നമ്മൾ കേട്ടല്ലോ. കുരിശിന് ചുവട്ടിലെ മൗനം പരിശുദ്ധ മറിയം,
പരാതിയില്ല, പരിഭവമില്ല. ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ. വലതുകരം ചലനമറ്റു, ഇടതുകരത്തിൻ്റെ വിരൽ പോയി. നാവിന് രുചിയുടെ അനുഭവം അറിയില്ല. തൊണ്ടയിൽ കഫം കെട്ടുന്ന അവസ്ഥ. ആ ഇടത്തിലും ആ അവസ്ഥയിലും മാതൃസ്തുതി ഗീതങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ വലിയ കലാകാരന് അമ്മ പഠിപ്പിക്കുമ്പോൾ ആദരവോടെ പ്രിയപ്പെട്ട ഷിജു ഒരുപാട് മാതൃകയാണ്. തുടർന്ന് തിരുവചനത്തിൻ്റെ സാക്ഷിയായി, വചനഗീതങ്ങളുടെ ഉൾപ്പൊരുളായി ജനകോടികളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ, കർത്താവിന് വേണ്ടി ഉണർവോടെ നിൽക്കുവാൻ, അന്ത്യശ്വാസം വരെ അവിടത്തേക്ക് സാക്ഷ്യം നൽകുവാൻ അങ്ങേക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദനാദ താളശ്രുതിലയ ഭാവങ്ങൾ ഉണരട്ടെ. സ്നേഹരാഗം മീട്ടിടുന്ന മണിവീണേ, പരിശുദ്ധ മറിയമേ, സ്നേഹശീതള മാരിപൊഴിയുന്ന മേഘമേ, പരിശുദ്ധ അമ്മേ, സ്നേഹമാം പ്രശോഭ തൂകുന്ന താരമേ, മേരി അമ്മച്ചി, അമ്മച്ചി മുന്നേറുക, എൻ്റെ കരം പിടിക്കുക എന്ന് പറഞ്ഞ് നീങ്ങുവാൻ ഷിജുവിനാകട്ടെ എന്ന ആശംസകളോടെ എല്ലാ പ്രേക്ഷകരുടെയും ദിവ്യമായ പ്രാർത്ഥനകളും അർത്ഥനകളും നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവേ, സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അറിയാതെ എത്രയോ സഹനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഞങ്ങളുടെ ചുറ്റുപാടും. എന്നിട്ടും ഒരു ചെറിയ അസ്വസ്ഥത വരുമ്പോൾ അലറി വിളിക്കുന്ന, പരാതി പറയുന്ന, പിറുപിറുക്കുന്ന എളിയവരായ ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ കാണുന്ന കർത്താവേ, അവിടുത്തെ തിരുക്കുരിശിലേക്ക്, അവിടുത്തെ തിരുമുറിവിലേക്ക് ഞങ്ങളെ ചേർത്ത് വയ്ക്കട്ടെ. പരിശുദ്ധ അമ്മേ, കുരിശിൻ ചുവട്ടിലെ മൗനം ഞങ്ങൾക്കും മാതൃകയാകട്ടെ. അമ്മ ഞങ്ങളെ നയിക്കുക, അമ്മ ഞങ്ങളുടെ കരം പിടിക്കുക. യേശുവെന്ന ആ ദിവ്യസ്നേഹത്തിൻ്റെ തിരുമുറിവിലേക്ക് അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ ചേർന്ന് നിൽക്കട്ടെ. ആമേൻ.